ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ആകാംക്ഷഭരിതരായി കേൾക്കുമ്പോഴും അതിനിടയിലൂടെ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വിഷയമാണ് ബലൂചിസ്ഥാൻ സംഘർഷവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. എവിടെയാണ് ബലൂചിസ്ഥാൻ? എന്താണ് ശരിക്കും ഈ വിഷയം? ഇതിൽ ആരുടെ ഭാഗമാണ് ശരി? ഇന്ത്യയുടെയും മറ്റ് ലോക രാജ്യങ്ങളുടെയും നിലപാട് ഈ വിഷയത്തിൽ എന്ത് മുതലായ ചോദ്യത്തിന് ഉത്തരം തരാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് ദീർഘകാല രാഷ്ട്രീയ, വംശീയ, മനുഷ്യാവകാശ സംഘർഷത്തെയാണ് ബലൂചിസ്ഥാൻ പ്രശ്നം സൂചിപ്പിക്കുന്നത്. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സങ്കീർണവും സെൻസിറ്റീവുമായ പ്രാദേശിക പ്രശ്നങ്ങളിൽ ഒന്നാണിത്. ലളിതമായ വിശദീകരണം ഇതാ. ബലൂചിസ്ഥാൻ എവിടെയാണ്? വിസ്തീർണം അനുസരിച്ച് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ഏകദേശം പാകിസ്ഥാന്റെ 44%. കൂടാതെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അറേബ്യൻ കടൽ എന്നിവയുമായും അതിർത്തി പങ്കിടുന്നു ഈ ബലൂചിസ്ഥാൻ. പ്രകൃതിവാതകം, കൽക്കരി, സ്വർണം, ധാതുക്കൾ എന്നീ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ സ്ഥലം. എന്നാൽ പ്രദേശം ഇന്നും അവികസിതമായി തന്നെ തുടരുന്നു. എന്താണ് ബലൂചിസ്ഥാൻ പ്രശ്നം? 1948 മുമ്പ് ബലൂചിസ്ഥാൻ പ്രദേശത്ത് സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം 1948 മാർച്ചിൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ കീഴടക്കി. പല ബലൂച്ച് നേതാക്കളും ജനങ്ങളും ഈ സംയോജനം അംഗീകരിച്ചില്ല. അന്ന് തന്നെ അവർ സ്വയംഭരണമോ സ്വാതന്ത്ര്യമോ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു. എന്താണ് ബലൂച്ച് ജനത ആഗ്രഹിക്കുന്നത്? ചിലർ കൂടുതൽ സ്വയംഭരണം, പ്രാദേശിക നിയന്ത്രണം, വിഭവങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഭൂരിപക്ഷം ബലൂച്ചുകളും പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ ആഗ്രഹിക്കും. എന്താണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം? പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പ്രധാന വിഷയം തന്നെയാണ്. നാച്ചുറൽ ഗ്യാസും ധാതുക്കളും ബലൂചിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ ആ ആനുകൂല്യങ്ങൾ പാകിസ്ഥാനിലെ മറ്റ് ഭാഗങ്ങളിലേക്കാണ് വകമാറ്റപ്പെടുന്നത്. വിഭവസമൃദ്ധമാണെങ്കിലും ബലൂചിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഉയർന്ന ദാരിദ്ര്യം, കുറഞ്ഞ സാക്ഷരത എന്നിവയാണ് ബലൂച്ച് മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആക്ടിവിസ്റ്റുകളുടെ കൊലപാതകങ്ങളും തിരോധാനങ്ങളും സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതും ബലൂച്ച് മേഖലയിലെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സായുധ സംഘർഷവും കലാപവും, ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള സായുധ ബലൂച്ച് ഗ്രൂപ്പുകൾ പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പാകിസ്ഥാൻ സൈനിക നടപടികളിലൂടെയും രഹസ്യാന്വേഷണ നടപടികളിലൂടെയും തിരിച്ചും പ്രതികരിച്ചു പോരുന്നു. സംഘർഷം ആയിരക്കണക്കിന് മരണങ്ങൾക്കും തിരോധാനങ്ങൾക്കും നാടുകടത്തലിനും കാരണമായി. ഇനി ബലൂചിസ്ഥാനിലെ പ്രധാനിയായിരുന്ന ഒരു വിമോചന പോരാളിയുടെ കഥ പറയാം. ബലൂച്ച് വിമോചന സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ഉസ്താദ് അസ്ലം ബലൂച്ച്. 1995 അദ്ദേഹം ബലൂച്ച് വിമോചന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ, അതായത് BLA എന്നറിയപ്പെടുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. രക്തസാക്ഷിത്വ സമയത്ത് അദ്ദേഹം BLA കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. വിമോചനത്തെ പ്രസ്ഥാനത്തെ സേവിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു. ഒരു സാധാരണ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാക്കളിൽ വളരെ പെട്ടെന്ന് എത്തപ്പെട്ടു. ഉസ്താദ് അസ്ലം ബലൂച്ച് യുദ്ധമേഖലയിൽ എല്ലായ്പ്പോഴും തന്നെ മികച്ച തന്ത്രം, വൈദഗ്ധ്യം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ മുൻനിർത്തിയായിരുന്നു പോരാട്ടം. ഇന്ന് ബലൂച്ച് സ്വാതന്ത്ര്യ അന്വേഷകർ അദ്ദേഹത്തിന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. 2018 ഡിസംബർ 25 അദ്ദേഹത്തിന്റെ മറ്റ് 5 സഹപ്രവർത്തകരോടൊപ്പം കരീം ബലൂച്ച്, അക്തർ ബലൂച്ച്, താജ് മുഹമ്മദ് ബലൂച്ച്, അമാനുള്ള ബലൂച്ച്, ബാബർ മജീദ് ബലൂച്ച് എന്നിവരോടൊപ്പം അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ബലൂച്ച് നേതൃത്വം അവരുടെ ചിന്തകൾ, സുവർണ വാക്കുകൾ പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ബലൂച്ച് രാഷ്ട്രത്തിന് വലിയ നഷ്ടമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. രക്തസാക്ഷിത്വത്തിന് ശേഷം BLA അദ്ദേഹത്തെ ജനറൽ എന്ന് നാമകരണം ചെയ്തു. ഇനി ഈ വിഷയത്തിന്റെ ഇന്റർനാഷണൽ ആംഗിൾ ഒന്ന് പരിശോധിക്കാം. ബലൂച്ച് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ കാലങ്ങളായി കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് നിഷേധിക്കുന്നു. ബലൂച്ച് ആക്ടിവിസ്റ്റുകൾ അന്താരാഷ്ട്ര അംഗീകാരവും പിന്തുണയും തേടിയിട്ടുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോട് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ നിരന്തരം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിൽ ബലൂചിസ്ഥാനെ പരാമർശിച്ചത് ഇന്ത്യയുടെ പ്രതീകാത്മക പിന്തുണയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഔദ്യോഗികമായി സ്വാതന്ത്ര്യത്തെ ഇന്ത്യ പിന്തുണച്ചിട്ടില്ല. മിക്ക രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ബലൂചിസ്ഥാൻ പ്രശ്നത്തെ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമായി കണക്കാക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ വിഭജനത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നില്ല. തിരോധാനങ്ങൾ പോലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്.
എന്നാൽ ബലൂചിസ്ഥാനെ ഒരു തർക്ക പ്രദേശമോ സ്വതന്ത്ര പ്രദേശമോ ആയി അവരും അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ഇടയ്ക്കിടെ വിമർശിക്കുന്ന അമേരിക്ക പക്ഷേ ഈ വിഷയത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നു. വിഘടനവാദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്ന നിലപാടും അമേരിക്ക പറയുന്നുണ്ട്. മേഖലയിലെ സാമ്പത്തിക താല്പര്യങ്ങൾ കാരണം, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC കാരണം ചൈന ബലൂച്ച് ദേശീയതയെ ശക്തമായി തന്നെ എതിർക്കുന്നു. ഗണ്യമായ ബലൂച്ച് ജനസംഖ്യയുള്ള ഇറാൻ സ്വന്തം പ്രദേശത്ത് അശാന്തി തടയുന്നതിനായി ബലൂച്ച് വിഘടനവാദത്തെ അടിച്ചമർത്തുന്നതിൽ പാകിസ്ഥാനുമായി സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ മുൻ സർക്കാരുകൾ ചില അനുഭവം പ്രകടിപ്പിച്ചു. എന്നാൽ നിലവിലെ താലിബാൻ ഭരണകൂടം മൗനം പാലിക്കുകയും പാകിസ്ഥാനുമായി നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. അതേസമയം ബലൂച്ച് പ്രവാസികളും പാശ്ചാത്യ ലോകത്തെ മറ്റ് മനുഷ്യാവകാശ ഗ്രൂപ്പുകളും നിരന്തരം ശ്രമിച്ചിട്ടും ബലൂച്ച് സ്വാതന്ത്ര്യത്തിന് ഔപചാരികമായ ഒരു അന്താരാഷ്ട്ര പിന്തുണ നേടിക്കൊടുക്കാനുള്ള ആഹ്വാനങ്ങൾ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെട്ടു. മെയ് 9, 2025 ബലൂച്ച് ദേശീയ നേതാക്കൾ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകാത്മക പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. ബലൂചിസ്ഥാനിലെ കലാപത്തിലേക്ക് വീണ്ടും ലോക ശ്രദ്ധ തിരിഞ്ഞു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുമ്പോൾ മറ്റൊരു വശത്ത് നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരെ ആക്രമിച്ച് ബലൂച്ച് പോരാളികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. പ്രമുഖ ബലൂച്ച് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ മീർ യാർ ബലൂച്ച് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ രൂപീകരണം പ്രഖ്യാപിക്കുകയും ന്യൂഡൽഹിയിൽ ഒരു ബലൂച്ച് എംബസി സ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം അംഗീകരിക്കാനും കറൻസി, പാസ്പോർട്ട് വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാനും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോടും അഭ്യർത്ഥിച്ചു. ഭീകരവാദ പാകിസ്ഥാന്റെ തകർച്ച അടുത്തിരിക്കുന്നതിനാൽ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം നടത്തണം. മെയ് 9 അദ്ദേഹം പോസ്റ്റ് ചെയ്ത ട്വീറ്റാണിത്. ഡൽഹിയിൽ ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസും എംബസിയും അനുവദിക്കണമെന്ന് ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു. BLA ഒരു മരപ്പാവയോ നിശബ്ദ കാഴ്ചക്കാരനോ അല്ല. ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനെ പൊളിച്ചു മാറ്റുന്നത് വരെ ഞങ്ങൾ വിശ്രമിക്കില്ല. ഇതാണ് അവരുടെ പ്രഖ്യാപിത നയം. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ആനുകാലിക പ്രസക്തിയുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. സാക് ന്യൂസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശിവപ്രസാദ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.